റിപ്പോർട്ടർ ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന്. രാഹുലിന്റെ ടെലിഗ്രാം ചാറ്റുകളും ശബ്ദരേഖകളുമാണ് അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. കേസിൽ മൊഴി രേഖപ്പെടുത്തൽ വേഗത്തിലാക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. രാഹുലിന്റെ അശ്ലീല സന്ദേശം ലഭിച്ച സിനിമാ നടിയുടെ മൊഴിയും രേഖപ്പെടുത്തി. ഷിപ്പാലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി നൽകിയിരിക്കുന്നവരൊക്കെ മൂന്നാം കക്ഷിക്കാരാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം അശ്ലീല സന്ദേശം അയച്ചു എന്നോ, രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്നോ, അല്ലെങ്കിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നോ ഒന്നും അങ്ങനെ എനിക്കാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് എന്നുള്ള തരത്തിൽ ആരും തന്നെ ഒരു രണ്ടാം കക്ഷിക്കാരായിട്ട് ആരും തന്നെ ഈ പരാതിയിൽ ഇല്ല എന്നുള്ളതാണ്. എല്ലാ പരാതികളും മൂന്നാം കക്ഷിയുടേതാണ്. ഇപ്പോ ഒരു പരാതിക്കാരൻ കൂടി കൂടുകയാണ്. അത് മറ്റാരുമല്ല, അത് റിപ്പോർട്ടർ TV ആണ്. റിപ്പോർട്ടർ TV രാഹുലിനെതിരെയുള്ള പരാതിയിൽ കക്ഷി ചേർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ പോലീസിനും ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിയാത്ത പല ടെലഗ്രാം ചാറ്റുകളും മറ്റൊന്നുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് കണ്ടെത്തിയതല്ല ഇവർ, അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടി സഹായിച്ചതല്ല. ഇവർ മുമ്പ് പുറത്തുവിട്ടതുപോലെ പല ഓഡിയോ ക്ലിപ്പുകളും സ്ക്രീൻഷോട്ടുകളും ഇവർ പുറത്തുവിട്ടതുപോലെ ഇത്തരത്തിൽ ഈ പറയുന്ന ടെലഗ്രാം ചാറ്റുകൾ ഇവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് തെളിവുകൾ നൽകിക്കൊണ്ട് ഞങ്ങൾ പരാതിയിൽ കക്ഷി ചേരുന്നു എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് റിപ്പോർട്ടർ TVയുടെ പരാതിക്കാരനായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടർ TVയുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പൊ അരുൺകുമാർ പറയുന്നത് നിങ്ങൾ കേട്ടോ, പോലീസ് ഇതൊക്കെ കണ്ടെത്തിയെന്ന്. പോലീസ് കണ്ടെത്തിയതല്ല, അത് ഇവർ ഉണ്ടാക്കി കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നടി അശ്ലീല സന്ദേശം അയച്ചു എന്ന് പറയുന്ന നടിയുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന്. നിങ്ങൾ ഇപ്പൊ ഇന്ന് വന്ന വാർത്തയാണിത്. ഈ വാർത്ത ഇത് റിപ്പോർട്ടർ TVയിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഈ ഒരു വാർത്ത റിപ്പോർട്ടർ TV അല്ലാത്ത മറ്റെവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കേരളത്തിലുള്ള വേറെ ഏതൊരു മാധ്യമ സ്ഥാപനം എടുത്തു നോക്കിക്കോ, ഒരു ചാനൽ എടുത്തു നോക്കിക്കോ, അവിടെ എവിടെയും ഈ പറയുന്ന പുതുതായിട്ട് ക്രൈംബ്രാഞ്ചോ അന്വേഷണ ഉദ്യോഗസ്ഥരോ കണ്ടെത്തി എന്ന് പറയുന്ന വാർത്ത നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത് ഈ പരാതി, ഈ ഒരു പറയുന്ന തെളിവുകൾ, ഇപ്പൊ പറഞ്ഞ ടെലിഗ്രാം ചാറ്റുകൾ കണ്ടെടുത്തു എന്ന് പറയുന്നത് കണ്ടെടുത്തതല്ല, അത് റിപ്പോർട്ടർ TV കക്ഷിക്കാരനായിരിക്കുന്നു, ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നു. രാഹുലിനെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഈ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ തെളിവുകളൊക്കെ ഇവർ കണ്ടെത്തിയതല്ല, ഈ തെളിവുകളൊക്കെ റിപ്പോർട്ടർ TV ഉണ്ടാക്കിയെടുത്തതാണ്. അതിനപ്പുറത്തേക്ക് അവസാനം പറഞ്ഞ ഈ കാര്യം, നടിയുടെ മൊഴി എടുത്തു എന്ന്. ഈ നടിയുടെ മൊഴി എന്ന് പറയുന്ന നടി റിനി ആൻഡ് ജോർജ് ആണ്. ഇവർ എപ്പോഴാണ് നടിയായത് എന്നുള്ളത് കേരളത്തിലെ ആർക്കും അറിയില്ല. ഈ നടി എന്ന് പറയുന്ന ഈ റിനി ആൻഡ് ജോർജ് അവരെപ്പോഴെങ്കിലും നടിയാവട്ടെ, അത് നമ്മളെ കാര്യമില്ല. അപ്പോ റിനി ആൻഡ് ജോർജിന്റെ മൊഴി എടുക്കുക എന്ന് പറഞ്ഞത് ഇത് ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് പോലീസ് നടത്തിയതാണ്. ആ മൊഴി എടുത്തു എന്ന് മാത്രമല്ല, അന്ന് ഈ റിനി തൻ്റെ കയ്യിലുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ പോലീസിന് നൽകുകയും ചെയ്തു. ഈ മൊഴിയും ഈ സ്ക്രീൻഷോട്ടുകളും വെച്ചിട്ട് ക്രൈംബ്രാഞ്ച് ഇത് പ്രകാരം കേസുമായി മുന്നോട്ട് പോകാൻ നോക്കിയപ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കേസെടുക്കുവാനോ അന്വേഷണം നടത്തുവാനോ പര്യാപ്തമായ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അങ്ങനെ പോലീസും ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണ സംഘം എന്താ ചെയ്തത്, ഈ മൊഴിയും ഈ റിനിയുടെ മൊഴിയും റിനി നൽകിയ സ്ക്രീൻഷോട്ടുകളും എടുത്തുകൊണ്ട് നിയമവിദഗ്ധരെ അടുത്തേക്ക് പോയി. അങ്ങനെ നിയമവിദഗ്ധരെ ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ നിയമവിദഗ്ധരോട് പോലീസ് ചോദിച്ച കാര്യം എന്ന് പറയുന്നത്, ഇതിൽ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടോ എന്നുള്ളതാണ്. രാഹുലിനെ കുടുക്കാൻ, രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ മാത്രം എന്തെങ്കിലും ഒരു കാര്യം ഇതിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ഒന്നും അതിലില്ല. ഇനി വേണമെങ്കിൽ ഇതൊരു പരാതിയായിട്ടോ അല്ലെങ്കിൽ ഇതൊരു മൊഴിയായിട്ടോ നമുക്ക് കണക്കാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ റിനിയെ മാപ്പ് സാക്ഷിയാക്കാം എന്നാണ് നിയമവിദഗ്ധർ നിയമോപദേശം നൽകിയത്. അങ്ങനെ ആ കാര്യം അവിടെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഇന്ന് മൊട്ട പറയുന്നു നടി മൊഴി നൽകിയെന്ന്. നടി ഒരു വട്ടം മൊഴി ആഴ്ചകൾക്ക് മുൻപ് നൽകിയതാണ്. ഈ ക്രൈംബ്രാഞ്ചും അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ നടി അന്ന് മൊഴി നൽകിയെന്ന് മാത്രമല്ല, സ്ക്രീൻഷോട്ടുകൾ നൽകിയെന്ന് മാത്രമല്ല, അന്ന് ഈ പറയുന്ന റിനി പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും അറിയിച്ച ഒരു കാര്യമുണ്ട്. എന്താണത്? എനിക്ക് പരാതിയില്ല, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിനില്ല എന്ന് പറഞ്ഞ കേസിന് ഞാനില്ല എന്ന് അന്ന് നടി റിനി ഈ പറയുന്ന ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കട്ടായം പറഞ്ഞതാണ്.
അതോടുകൂടിയാണ് ഇവർ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ നിയമവിദഗ്ധരെ പോയി കാണുകയും അവരിൽ നിന്ന് നിയമോപദേശം തേടുകയും നിയമോപദേശം അവർ കൊടുക്കുന്നു. ഇത് പരാതിയായിട്ടോ അല്ലെങ്കിൽ ഇത് പ്രകാരം കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകാനോ കഴിയില്ല, ഇവരെ വേണമെങ്കിൽ നമുക്ക് സാക്ഷിയാക്കാം എന്നുള്ളത്. അങ്ങനെയാണ് നിയമോപദേശം കിട്ടിയത്. അപ്പോ ഇതൊക്കെ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മൊട്ട അരുൺ പറയും. അപ്പോ ഇത്തരത്തിൽ നടി ഞാൻ കേസിലില്ല എന്ന് പറഞ്ഞു ഒഴിവായിട്ടും വീണ്ടും വീണ്ടും അഭ്യൂഹങ്ങളും നുണകളും ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് മൊട്ട അരുൺ. നിങ്ങൾ ഇന്ന് മാധ്യമങ്ങളിൽ വന്ന ഏതെങ്കിലും ഒരു വാർത്തയിൽ, റിപ്പോർട്ടർ TV-യിൽ അല്ലാതെ എവിടെയെങ്കിലും ഈ ഒരു വാർത്ത നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇവർക്ക് ഇതിൽ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് അല്ലെങ്കിലും സഖാക്കളും ഇവരും തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമാണ്. നമ്മൾ ഇതിനെപ്പറ്റി ഇവർ തമ്മിൽ KT ജലീലിന്റെ ഒരു സംഭാഷണം നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. KT ജലീൽ ഈ കേസ് റിപ്പോർട്ടർ TV ഏറ്റെടുക്കുകയാണെന്നും നാളെ മുതൽ അവർ കത്തിച്ചോളും, അവരായിക്കോളും ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു ഓഡിയോ, KT ജലീലിന്റെ ഒരു ഫോൺ സംഭാഷണം നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള അന്തർധാരയിൽ പ്രകാരം ഇത്രയധികം മെനക്കെട്ട് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇവരൊക്കെ ഇത്രയധികം AI-യും വ്യാജ നിർമ്മിത സ്ക്രീൻഷോട്ടുകളും തെളിവുകളും പുറത്തുവിട്ടിട്ടും ഇന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവർ ആരോപണങ്ങൾ ഉന്നയിച്ച് കൊണ്ടുവന്നപ്പോൾ ആഗ്രഹിച്ചത് എന്താ? രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം. അത് സംഭവിച്ചില്ല. രാഹുൽ നിയമസഭയിൽ വരാൻ പാടില്ല. അത് സംഭവിച്ചില്ല. രാഹുൽ പാലക്കാട്ടേക്ക് എത്താൻ പാടില്ല. അത് സംഭവിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, രാഹുൽ പാലക്കാട്ടേക്ക് വന്നില്ലല്ലോ എന്ന്. രാഹുൽ പാലക്കാട്ടേക്ക് വരാൻ പോവുകയാണ്. നമ്മൾ മറ്റൊരു കാര്യം, അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അത് പറയാത്തത്. അപ്പോ ഇത്തരത്തിൽ ഇവരുടെ എല്ലാ പ്ലാനുകളും എല്ലാ ലക്ഷ്യങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും പൊട്ടിപ്പാളീസായി തകർന്ന് തരിപ്പണമായപ്പോ അവസാനം വീണ്ടും ഈ വിഷയത്തിൽ യാതൊരുവിധ അപ്ഡേറ്റുകളും ലഭിക്കുന്നില്ലെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണങ്ങളോ മറ്റൊന്നും നടക്കുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഇപ്പൊ മുകേഷിനെതിരെ ആരോപണം വന്നു. ഈ ആരോപണം വന്ന ഉടനെ മുകേഷ് എന്ത് ചെയ്തേ? ദിവസങ്ങൾ ഇങ്ങനെ കാത്തിരുന്നോ? ഇല്ല. ആരോപണങ്ങൾ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ ചർച്ചയായ ഉടനെ മുകേഷ് നേരെ ഹൈക്കോടതിയിൽ പോകുന്നു. അവിടെ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുന്നു. അല്ലേ? ഇത്രയും ദിവസമായി, ഒരു മാസത്തിലധികമായി രാഹുലിനെതിരെ ഈ ആരോപണങ്ങൾ വന്നിട്ട് എവിടെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത് നിങ്ങൾ കണ്ടോ? എന്തുകൊണ്ടാ ഈ ഒരു മാസത്തിലേറെയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുലിനെ ഒന്ന് വിളിക്കാനോ രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുവാനോ രാഹുലുമായിട്ട് ബന്ധപ്പെടാനോ രാഹുലുമായി ബന്ധപ്പെടാനോ ഇതുവരെ അവർ തയ്യാറാവാത്തത്? അല്ലെങ്കിൽ അത്തരത്തിൽ ആണെങ്കിൽ ഇതിൽ വല്ല സത്യാവസ്ഥയും ഉണ്ടെങ്കിൽ അയാൾക്കൊരു ഭയമുണ്ടാവില്ലേ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന്? അങ്ങനെ ഭയമുണ്ടെങ്കിൽ അയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കില്ലേ? ഇതൊന്നും സംഭവിക്കാത്തത് എന്തുകൊണ്ടാ ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്രയധികം സ്ക്രീൻഷോട്ടുകൾ, ഡിജിറ്റൽ തെളിവുകൾ അവർക്ക് ശേഖരിച്ചു എന്നൊക്കെ പറയുന്നപ്പോ എന്തുകൊണ്ടാ ഇതൊക്കെ കിട്ടിയിട്ടും രാഹുൽ അടൂരിലെ വീട്ടിലുണ്ടല്ലോ? ഈ അടൂരിലെ വീട്ടിന്റെ മുറ്റത്തൊക്കെ വല്ല ഗേറ്റിന്റെ പുറത്തേക്കോ ഇന്ന് വരെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും ചെല്ലാത്തത് എന്തുകൊണ്ടാ? അപ്പോ അഭ്യൂഹങ്ങൾ ഇങ്ങനെ പടച്ചു വിടുക, അതിന് മുന്നിൽ നിന്ന് മൊട്ട അരണ പോലെയുള്ള ഒരു മാധ്യമ തെമ്മാടി കൂട്ടുനിൽക്കുക, എന്നിട്ട് അവൻ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുക. ഒന്നിനും ആധികാരികമായ തെളിവുകളോ ഒന്നുമില്ല. എന്നിട്ട് അതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഒരു റോഷി പാലല്ല പക്കിപ്പാലാണ്. ഞാൻ പറഞ്ഞില്ലേ, റോഷി പാലല്ല പക്കിപ്പാലാണ്. എന്തിനു കൊള്ളാം? അഭ്യൂഹങ്ങളും പച്ച നുണകളും മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ വാർത്തയായി പടച്ചുവിടുന്ന ഈ തെമ്മാടികൾ, ഇവർക്കെന്താ രാഹുലിന്റെ കാര്യത്തിൽ ഇത്രയധികം ഇൻട്രസ്റ്റ്? ഇപ്പൊ ഇവർ കക്ഷി ചേർന്നിരിക്കുന്നു, റിപ്പോർട്ടർ TV കക്ഷി ചേർന്നിരിക്കുന്നു. രാഹുലിനെ എന്ത് ചെയ്യണം? രാഹുലിനെ അറസ്റ്റ് ചെയ്യണം. തെളിവുകൾ ഇതാ എന്ന് പറഞ്ഞ് അവർ ഹാജരാക്കിയിരിക്കുന്നു തെളിവുകൾ. അതാണ് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ശേഖരിച്ചു എന്ന് പറയുന്ന തെളിവുകൾ. ഇതാണ് റിപ്പോർട്ടർ TV അവർ AI നിർമ്മിതമായിട്ട് ഇത്തരത്തിൽ തെളിവുകൾ ഉണ്ടാക്കിയിട്ട്, സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് മുന്നിൽ ഒരു പരാതിയും അതുപോലെ ഒരു അപേക്ഷയും നൽകിയിരിക്കുന്നു. ഈ അപേക്ഷയിൽ അവർ ഈ കേസിൽ കക്ഷി ചേരാനുള്ള അപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം രാഹുലിനെ ഉടനടി അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്.